അപ്പോൾ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു IEM ആണ്. IEM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഇയർ മോണിറ്റേഴ്സ്. നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാക്കിങ്ങിലാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടാണ് ഔട്ടറിൽ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡെലിവറി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആമസോണിൽ നിന്ന്. കോൺസെപ്റ്റ് കാർട്ട് എന്ന് പറയുന്ന ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ആമസോണിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ ബോക്സിൻ്റെ പുറത്തായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈസിങ്ങും എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പുറത്ത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ IEM 2 പീസസ് നമുക്ക് കാണാൻ പറ്റും. ആ ഗ്ലോസി എന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ നത്തിങ് ഫോൺസിൻ്റെയൊക്കെ കൂട്ട് അകത്തുള്ള സംഭവം എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ സിയാൻ കളർ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു കളർ കൂടിയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു വയർ, ഇത് ഡിറ്റാച്ചബിൾ ആണ്. കാരണം നമ്മുടെ IEM-നകത്ത് നിന്ന് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള വയേഴ്സ് കൊടുക്കുന്നത്. വയേഴ്സ് കോയിഡായി പോയി കഴിഞ്ഞാലും നമുക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് വയേഴ്സ് റീപ്ലേസ് ചെയ്താൽ മതിയാകും. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോസി ഫീൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഇച്ചിരി ബേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു IEM ആണ്. കുറച്ച് ബേസ് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും അതുപോലെ തന്നെ വോക്കൽസൊക്കെ അത്യാവശ്യം ക്ലിയറൊക്കെയാണ്. ഒരു ബിഗിനറിന് എന്തുകൊണ്ടും എന്താണ് IEM അല്ലെങ്കിൽ സാധാരണ ഹെഡ്ഫോൺസും ഇല്ലെന്നുള്ള സാധാരണ ഇയർഫോൺസും IEM-ഉം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വളരെ കിടിലം പ്രൊഡക്റ്റാണ്. ഈ ഒരു സാധനം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇഫ് യു ആർ ഓക്കെ വിത്ത് എന്താ പറയുക പഴയ ഇയർഫോൺസ് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആദ്യമേ പോയി ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ചെറിയൊരു ബിഗിനർ ലെവൽ സാധനം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനുശേഷം അതിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു IEM ആണിത്. 1000 റുപ്പീസിന് താഴെ വരുന്നുള്ളൂ. ഒരു രൂപപ്പെട്ട വീഡിയോസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് നല്ല 3K 4K റേഞ്ചിൽ വരുന്നുള്ള സാധനങ്ങളാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റേറ്റിങ്ങും അതുപോലെ തന്നെ നല്ല റിവ്യൂസും ഒരുപാട് ഫ്ലിപ്കാർട്ടിൽ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അതുപോലെ തന്നെ ഇത് 2-3 സൈറ്റിൽ ലിസ്റ്റഡ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും വാങ്ങിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തുള്ള ടെക് ഓറിയൻറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ IG ഹാൻഡിലും ഫോളോ ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണാം.